എന്താണ് സാരി? സാരി വേശ്യകളുടെ വസ്ത്രമാണ് എന്ന് ഞങ്ങൾ യുഎ ചാനലിലൂടെ പറഞ്ഞുവെന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ നമ്മുടെ കൂടെ ജീവിക്കാൻ ഭയം തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളൊക്കെ കാണാനിടയായി. സത്യത്തിൽ സാരി വേശ്യകളുടെ വസ്ത്രമാണ് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. സാരി ഇവോൾവ് ചെയ്ത് വന്ന അതിൻ്റെ ഘട്ടങ്ങളിൽ അതിൽ പുരുഷനെ ലൈംഗികമായി സംതൃപ്തിപ്പെടുത്തുന്ന കൾച്ചറലായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് സാരി ഇങ്ങനെ വളർന്ന് എവല്യൂഷൻ ചെയ്ത് വന്ന സന്ദർഭങ്ങൾ, ചരിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള സാരിയല്ല പഴയ കാലത്തെ സാരി. പഴയ കാലത്തെ സാരി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു സിംഗിൾ, അത് അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക്, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക്കിനെല്ലാം സാരി എന്ന് പറയും. ആ സാരി പുരുഷന്മാരെടുക്കുന്ന വസ്ത്രത്തിനും സാരി എന്ന് പറയും, സ്ത്രീകൾ എടുക്കുന്ന വസ്ത്രത്തിനും സാരി എന്ന് പറയും. സ്ത്രീകൾ പൊതുവേ രണ്ട് രൂപത്തിൽ, മുണ്ടായിട്ട് എടുക്കും. ഒന്ന് ബോട്ടം, ഒന്ന് ടോപ്പിലും രണ്ട് രൂപത്തിലെടുക്കും. അതിൽ ബോട്ടത്തിൽ ധരിക്കുന്നതിന് ഉത്തരീയം, താഴെ ധരിക്കുന്നതിന് ആന്തരീയം എന്ന രൂപത്തിൽ രണ്ട് രൂപത്തിലെടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ചില സ്ത്രീകൾ സ്തനപ്പട്ട എന്നുള്ള രൂപത്തിൽ മറക്കാനും ഉപയോഗിക്കും. ഇങ്ങനെ 3 പീസ് ക്ലോത്താണ്. ഈ 3 പീസ് ക്ലോത്ത് പിന്നീട് എവല്യൂഷൻ ചെയ്ത് ഒറ്റ പീസായതാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു നീണ്ട റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക് എല്ലാവരും ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഹിന്ദു മിത്തോളജി പ്രകാരം സ്റ്റിച്ച് ചെയ്ത ഫാബ്രിക് ഉപയോഗിക്കുന്നത് വിശ്വാസത്തിനെതിരാണ്. ഇപ്പോൾ കടൽ കടന്നു പോകുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം വിശ്വാസത്തിനെതിരാകുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത ഫാബ്രിക് ഉപയോഗിക്കുന്നത് വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ടാണ് അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു വസ്ത്രം രൂപപ്പെട്ട് വരുന്നത്. ആ രൂപത്തിലാണ്. അതിൽ സാരി പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രമായി മാറി. ഈ സ്ത്രീകളുടെ വസ്ത്രമായി സാരി വരുന്ന സമയത്ത് സാരി പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ബ്രൈഡൽ വെയർ ആയിട്ടാണ്. അഥവാ വിവാഹം കഴിക്കുന്ന സ്ത്രീ ധരിക്കുന്ന ഒരു പ്രത്യേകതരം വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഈ ബ്രൈഡൽ വെയർ സാധാരണ സ്ത്രീകൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഉപയോഗിക്കും. അതേപോലെ തന്നെ പ്രത്യേകമായി പ്രാധാന്യത്തോടു കൂടി ഉപയോഗിച്ചിരുന്നൊരു സ്ഥലമാണ് ടെമ്പിൾ ഡാൻസിന് വേണ്ടി, അതല്ലെങ്കിൽ ദേവദാസികളുടെ അതൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ഈ സാരിയായിരുന്നു. അഥവാ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവരെ അമ്പലത്തിലെ ഒരു ദേവദാസിയായി, ദേവൻ്റെ ദാസിയായി നേർന്ന് അമ്പലത്തിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ നൃത്തങ്ങൾ അഭ്യസിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ദേവദാസികൾ അവരെ ദേവന് വിവാഹം ചെയ്ത് കൊടുക്കുന്ന, അതിനെ നിത്യസുമംഗലി അല്ലെങ്കിൽ അഖണ്ഡ സൗഭാഗ്യവതി എന്നൊക്കെ പറയും. അഖണ്ഡ എറ്റേണലായിട്ടുള്ള സൗഭാഗ്യം സിദ്ധിച്ചത്. അവരൊരിക്കലും വിഡോഹുഡ് അവർക്ക് ഉണ്ടാവില്ല. കാരണം അവരെ ഭർത്താവ് എന്നുള്ളത് ദൈവമാണ്, ദേവനാണ്, അതൊരിക്കലും മരിക്കുന്നില്ല. അതുകൊണ്ട് അഖണ്ഡ സൗഭാഗ്യവതി, അവർക്ക് ഒരു കാരണവശാലും വിഡോഹുഡ് ഉണ്ടാവില്ല, അവർ വിധവയാവില്ല. ആ രൂപത്തിൽ നിത്യസുമംഗലിയായിക്കൊണ്ട് ജീവിക്കുന്ന അവരുടെ വിവാഹ സമയത്ത് അല്ലെങ്കിൽ അമ്പലത്തിലേക്കുള്ള അവരെ നേരുന്ന സമയത്ത് അവർ ധരിക്കുന്ന വസ്ത്രം അതൊരു പ്രധാനപ്പെട്ട സെറിമണിയായി ആഘോഷിച്ചിരുന്നൊരു സമയമാണ്. ഈ രണ്ട് സന്ദർഭങ്ങളിലാണ് സാരി വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് വെറൈറ്റീസ് ഈ ബ്രൈഡൽ വിയർ എന്നുള്ള നിലയ്ക്ക് അതിൽ കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കാഞ്ചീപുരം എന്നുള്ള സ്ഥലം നമ്മൾ കേട്ടിട്ടുണ്ട്. കാഞ്ചീപുരം എന്നുള്ള സ്ഥലം നമ്മളെല്ലാം കേൾക്കുന്നത് വളരെ പ്രശസ്തമായത് കാഞ്ചീപുരം സാരിക്കാണ്. പക്ഷെ കാഞ്ചീപുരം യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് സിറ്റി ഓഫ് 1000 ടെമ്പിൾസ് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ളൊരു നഗരമാണ് കാഞ്ചീപുരം എന്ന് പറയുന്നത്. ആ കാഞ്ചീപുരത്തിൻ്റെ അമ്പലങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. ദേവദാസി സമ്പ്രദായം വളരെ വേരൂന്നി നിന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്തൊക്കെ തന്നെ ദേവദാസി സമ്പ്രദായം, അവിടുത്തെ അമ്പലങ്ങളിൽ നമുക്ക് നൃത്ത മണ്ഡപങ്ങൾ കാണാൻ കഴിയും. ഈ നൃത്ത മണ്ഡപങ്ങളിലാണ് ദേവദാസികൾ നൃത്തം ചെയ്യുക. ആ ദേവദാസികൾ നൃത്തം ചെയ്യുന്നിടത്ത് അത് സത്യത്തിൽ ഒരു പുരുഷനുള്ളൊരു ആസ്വാദന കലയായിട്ട് അവിടെ നടക്കുന്നതാണ്. പ്രത്യേകിച്ച് അപ്പർ കാസ്റ്റ് പുരുഷന്മാർക്കുള്ള സവർണ കാറ്റഗറിയിൽപ്പെട്ട പുരുഷന്മാർക്കുള്ള ഒരു ആസ്വാദന കലയായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇവർക്ക് വേണ്ടി പ്രത്യേകം തയ്ച്ച് നൽകുന്ന, ഇവരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെ നൃത്തത്തിൻ്റെ സമയത്തെല്ലാം പ്രത്യേകം തയ്ച്ച് നൽകുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാരീസ് ഈ കാഞ്ചീപുരത്ത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാഞ്ചീപുരത്തേക്ക് ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്ന് വ്യൂവേഴ്സ്, ഈ തയ്യൽക്കാരെല്ലാം വന്നു ചേർന്ന് അവിടെ സാരിയിൽ വലിയ രൂപത്തിലുള്ള ഇന്നോവേഷൻസ് നടത്തുന്നുണ്ട്. അതാണ് ഇന്ന് കാഞ്ചീപുരം സിൽക്സ്, കാഞ്ചീപുരം സാരി വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നത്. ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് സാരിയും ഈ ദേവദാസി നൃത്തവും എല്ലാം കാഞ്ചീപുരത്തൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്നത്. എല്ലാ സ്ഥലത്തും ഈ രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ
ഈ ദേവദാസികൾ നൃത്തം ചെയ്യുന്നതിൻ്റെ രൂപം, അപ്പോൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രം എടുത്തു നോക്കിയാൽ അതിൽ 23-ാമത്തെ അധ്യായത്തിൽ ആഹാര അഭിനയം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് നമുക്ക് കാണാം. ആ എക്സ്റ്റേണൽ ഡെക്കറേഷനിൽ അംഗലാവണ്യങ്ങളെക്കുറിച്ച് ഫുള്ള് മുഴുവനായിട്ട് പറയുന്നുണ്ട്. ഓരോ പിന്നെ അവയവങ്ങളും എങ്ങനെയൊക്കെ ചലിപ്പിക്കണം, എങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കണം, എന്തൊക്കെ ഡെക്കറേഷൻസ് ഓർണമെൻറ്റ്സ് ധരിക്കണം. അപ്പോൾ അതിൽ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് സത്യത്തിൽ ഈ സതീറാട്ടം. പിന്നെ ആദ്യകാലത്ത് തമിഴ്നാടുകളിലെ അമ്പലങ്ങളിലെ ദേവദാസികൾ പിന്നെ നൃത്തമാടിയത് സതീറാട്ടം എന്ന് പറഞ്ഞ ആട്ടമാണ്. അതാണ് പിന്നീട് ഭരതനാട്യമായിട്ട് മാറുന്നത്. ഈ സതീറാട്ടത്തിൻ്റെ രൂപം നാട്യശാസ്ത്രത്തിൽ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഓരോ പിന്നെ അവയവങ്ങളും എങ്ങനെ ചലിപ്പിക്കണം, എങ്ങനെ ധരിക്കണം. അപ്പോൾ പിന്നെ ഓർണമെൻറ്റ്സ്, സാരി ധരിച്ചാൽ സാരിയുടെ തന്നെ പിന്നെ ഡിഫറെൻറ്റ് രൂപങ്ങൾ, അപ്പോൾ അതിൻ്റെ പ്ലീറ്റ്സ് എങ്ങനെ വരണം, അതിൻ്റെ ഡ്രേപ്സ് എവിടെ കുത്തണം, അതേപോലെ തന്നെ പിന്നെ ആഭരണങ്ങൾ, ഓർണമെൻറ്റ്സ് എങ്ങനെ ധരിക്കണം, തലയിൽ പൂ ചൂടണം, മുടി എങ്ങനെ കെട്ടണം, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നത് നമുക്ക് കാണുക. ആ സതീറാട്ടം പിന്നീട് ഭരതനാട്യമായി മാറുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കേരളത്തിൽ മുൻകഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്ന ദാസിയാട്ടം, അമ്പലങ്ങളിൽ ദേവദാസിമാർ ദാസിയാട്ടത്തിനായിട്ട് നമ്മൾ നേർച്ചിരുന്ന അവർ ആ ദാസിയാട്ടം കണ്ടു നിൽക്കുന്ന ഒരു അപ്പർ കാസ്റ്റ് ടീമിനൊക്കെ നമുക്ക് കാണാം. ഈ ദാസിയാട്ടം പിന്നീട് മോഹിനിയാട്ടമായി മാറും. മോഹിനി എന്ന് പറഞ്ഞാൽ കണ്ടാൽ കാണുന്നവരിൽ മോഹം ജനിപ്പിക്കുന്നവൾ, ആ മോഹിനിയുടെ ആട്ടമാണ് സത്യത്തിൽ മോഹിനിയാട്ടം. അതിന് മുമ്പ് ദാസിയാട്ടം എന്ന് പറയും. ഈ ദാസിയാട്ടത്തിലും നാട്യശാസ്ത്രത്തിലെ ആഹാര അഭിനയിലെ ഈ പറഞ്ഞ അതേ രൂപത്തിലുള്ള ഓർണമെൻറ്റ്സാണ് കാണുക. അപ്പോൾ പിന്നെ ഈ നാട്യശാസ്ത്രത്തിൽ നമുക്ക് പിന്നെ ആഹാര അഭിനയയിൽ ഈ സമത്വം എന്ന് പറഞ്ഞൊരു ടേം നമുക്ക് കാണാം. ഈ സമത്വം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ പിന്നെ ഈ നൃത്തത്തിന് വേണ്ടി അവളെ അലങ്കരിച്ചൊരുക്കുമ്പോൾ ഉണ്ടാകേണ്ട ആഭരണങ്ങളിലും അവരുടെ അലങ്കാരങ്ങളിലും ഉണ്ടാകേണ്ട സിമ്മട്രിയാണ്. അത് പ്രൊപ്പേഷനേറ്റ് ആയിട്ടുള്ളൊരു സിമ്മട്രി. ആ സിമ്മട്രി കറക്റ്റ് ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഇതെല്ലാം കറക്റ്റിൽ വരേണ്ടതാണ്. തലയിൽ പിന്നെ ജാസ്മിൻ, മുല്ലപ്പൂ ചൂടലും, മുടി കെട്ടിവെക്കലും, സാരി ധരിക്കുന്നതിൻ്റെ രൂപവും എല്ലാം നമുക്കറിയാം. അപ്പോൾ ആ രൂപം നമ്മളിപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യം കാണുകയാണെങ്കിൽ, ഒരു ജ്വല്ലറിയുടെ പരസ്യം കാണുകയാണെങ്കിൽ അതിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ സത്യത്തിൽ ഈ നാട്യശാസ്ത്ര പ്രകാരം തന്നെ ഒരുങ്ങിയ ഒരു സ്ത്രീയായിട്ട് നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് സാരി ഉടുക്കുന്നതിലേക്ക് നമ്മളെയൊക്കെ വല്ലാതെ, അല്ലെങ്കിൽ നമ്മളെ സ്ത്രീകളൊക്കെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ രൂപങ്ങളാണ്. അപ്പോൾ പിന്നെ ഈ ക്ലാസിക്കൽ ഡാൻസിൻ്റെ സമയത്ത് അവർ ധരിക്കുന്ന കോസ്റ്റ്യൂംസ്, അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ജ്വല്ലറിൻ്റെയും ടെക്സ്റ്റൈൽസിൻ്റെയൊക്കെ പരസ്യത്തിൽ വരുന്ന സ്ത്രീകൾ ധരിക്കുന്ന കോസ്റ്റ്യൂംസ്, അതിലൊക്കെയുള്ള സാരി, ആഭരണങ്ങൾ, കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സാരി ധരിക്കുന്ന സമയത്ത് ഇപ്പോൾ ദേവദാസികളെ പിന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവർ നൃത്തം ചെയ്യുന്ന സമയത്ത് അവർ ധരിക്കേണ്ടത് ബ്രാഹ്മണിക് രൂപത്തിലുള്ള സാരിയാണ് ആയിരിക്കണമെന്ന് നിത്യസുമംഗലി ദേവദാസി ട്രഡീഷൻ ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ സസ്കൈ കിർസൻബൂം എന്ന ഓദർ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെ ഈ സാരി ധരിക്കാൻ അതിൻ്റെ ഡ്രേപ്സ് ഉണ്ട്. സാരി ധരിക്കുമ്പോൾ അതിൻ്റെ പ്ലീറ്റ്സ് ഓരോ സ്ഥലത്ത് വന്നിട്ട് ഡ്രേപ്സ് എവിടെ കുത്തി വെക്കണം, അത് എന്തുകൊണ്ട് ഈ മിഡ്രിഫിൽ തന്നെ കുത്തി വെക്കുന്നു എന്നുള്ള, ഈ മിഡ്രിഫ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഉദരഭാഗം, നമ്മൾ ഈ വയറിൻ്റെ ഭാഗം, നേവൽ, നമ്മുടെ പൊക്കിൾ വരുന്ന ഭാഗം, ഈ ഭാഗം ഹിന്ദു ഐഡിയോളജി പ്രകാരം, ഫിലോസഫി പ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം നമ്മളുടെ പിന്നെ ഓവുലേഷൻ നടക്കുന്ന അവിടെയാണ്, അംബിലിക്കൽ കോഡ് അവിടെയാണ്, യൂട്രസ് അവിടെയാണ്. അപ്പോൾ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ലൈഫ്, ഒരു ജീവൻ്റെ സോഴ്സായിട്ട് കരുതപ്പെടുന്ന ഈ പ്രദേശം അത് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അവിടെ പിന്നെ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് സാരി കുത്തി വെക്കുന്നത് എന്ന് പിന്നെ ഇതിൽ ഗവേഷണം ചെയ്ത് പ്രബന്ധം രചിച്ച പിന്നെ വൈശാലി ബൻസാൽ എന്ന ഒരു ഗവേഷക അവരുടെ ഹൗ സാരി കെയിം ഇൻ ടു എക്സിസ്റ്റ് എന്നുള്ള ഒരു പ്രബന്ധത്തിൽ, തിസീസിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇങ്ങനെയൊക്കെ സാരി ഇവോൾവ് ചെയ്ത് വന്നൊരു രൂപം നമ്മൾ നോക്കുമ്പോൾ അത് ദേവദാസികൾ ഉപയോഗിച്ച പുരുഷനെ ആ ആട്ടത്തിൽ അല്ലെങ്കിൽ ആ നൃത്തത്തിൽ സംതൃപ്തിപ്പെടുത്തിയതിൽ സാരിക്കുള്ള പങ്ക് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ഈ സാരിയുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഗവേഷണം നടത്തിയ, സാരി മീൻസ് ഒരു ടെക്സ്റ്റൈൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ ഗവേഷണം നടത്തിയ ആളാണ് ഡോക്ടർ ഹേമലത ജെയിൻ. ഈ ഡോക്ടർ ഹേമലത ജെയിന് കർണാടകയിൽ ഈ പഴയ കാലത്തെ ടെക്സ്റ്റൈൽസിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നപ്പോൾ അവർ കേട്ട ഒരു സാരിയുടെ രൂപമായിരുന്നു ഈ പട്ടേട 5 എന്ന് പറഞ്ഞൊരു സാരി. ഒരു പഴയ കാലത്ത് സാരി ഇന്ന് എവിടെ നിലവിലില്ലാത്ത സാരി. പക്ഷേ അതിൻ്റെ കഥകൾ കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം, അതൊന്ന് കാണണം, എവിടെയെങ്കിലും കിട്ടും. അത് 10-200 വർഷം പഴക്കമുള്ളൊരു സാരിയാണ്, അന്ന് ഉപയോഗിച്ചിരുന്നതാണ്. അങ്ങനെ അവർ എത്തനോഗ്രഫി എന്നുള്ള ഒരു മെത്തേഡ്, എത്തനോഗ്രഫി എന്ന് വെച്ചാൽ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ചൊക്കെ നടത്തുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് പഠിക്കാൻ ആ കമ്മ്യൂണിറ്റിയിൽ പോയി അവരുടെ കൂടെ അവരിൽ ഒരാളായി താമസിച്ച് അത് 6 മാസം 1 കൊല്ലമൊക്കെ അവരുടെ കൂടെ നിന്ന് അവരുടെ സിസ്റ്റം പഠിക്കുന്നതാണ് എത്തനോഗ്രഫി എന്ന് പറയുന്നത്. ഈ എത്തനോഗ്രഫി മെത്തേഡ് ിലൂടെ അവർ കർണാടകയിലെ 10ഓളം ഗ്രാമത്തിൽ പോയി അവിടെ താമസിച്ച് അങ്ങനെ അവർക്കൊരു ക്ലൂ കിട്ടുന്നത് കർണാടകയിൽ യെല്ലമ്മ ടെമ്പിൾ ഉണ്ട്. ഈ പിന്നെ യെല്ലമ്മ ടെമ്പിൾ എന്നുള്ളത്
ദേവദാസി സമ്പ്രദായത്തിന് വളരെയധികം പേര് കേട്ട പിന്നെ സ്ഥലമാണ് യെല്ലമ്മ ടെമ്പിൾ. അവിടെ ഇന്നും അത് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ യെല്ലമ്മ ടെമ്പിളുമായി ബന്ധപ്പെട്ട് അവരവിടെ പോയി ഒരു 6 മാസം നിന്ന് അവിടുന്ന് അവർക്കൊരു പഴയ പിന്നെ പ്രായമുള്ള പഴയ കാലത്തൊരു ദേവദാസിയുടെ ഒരു കോണ്ടാക്റ്റ് കിട്ടി. അവരെ പോയി കാണുകയും ഏകദേശം വൃദ്ധയായ ആ ദേവദാസി സ്ത്രീയിൽ നിന്ന് ഈ പട്ടേട 5 എന്നുള്ളൊരു സാരി ആ വൃദ്ധയായ ദേവദാസിക്ക് അവരുടെ ഗ്രാൻഡ് മദർ കൊടുത്ത 150 വർഷം പഴക്കമുള്ള ഈ സാരിയുടെ ഒരു സാരിയുടെ ഒരു പീസ് അവർക്ക് കിട്ടുകയാണ്. ഈ പട്ടേട 5 എന്ന് പറഞ്ഞാൽ പട്ട എന്ന് പറഞ്ഞാൽ കര, ബോർഡർ എന്നാണ്. 5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ 5 നിറങ്ങൾ അടങ്ങി. ആ 5 നിറങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ കുറിക്കുന്നതാണ്. പിന്നെ അഗ്നി, ജലം, വായു, ആകാശം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ കുറിക്കുന്ന. അപ്പോൾ ഈ സാരിയുടെ ഒരു പീസ് അവർക്ക് കിട്ടുന്നത് അത് കിട്ടുന്ന ഒരു ദേവദാസിയുടെ നിർത്താണ്. ആ ദേവദാസികൾ പാരമ്പര്യമായി കൈമാറി വരുന്നത്. അപ്പോൾ സാരിക്ക് ദേവദാസികളുമായി അങ്ങേയറ്റത്തെ ബന്ധമുണ്ട്. ആ ദേവദാസികളുടെ നൃത്തത്തിലൂടെ ആ നൃത്തം പുരുഷനെ അങ്ങേയറ്റം സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ പിന്നെ കൊളോണിയൽ യുഗം, ബ്രിട്ടീഷ് യുഗം ആരംഭിച്ചതിന് ശേഷമാണ് ഈ രൂപത്തിൽ സാരിയെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ പിന്നെ ഈ ദാസിയാട്ടത്തെ, സതീറാട്ടത്തെയൊക്കെ ബ്രിട്ടീഷുകാർ നിരോധിക്കുന്നത്. ഇമ്മോഡസ്റ്റ് എന്ന് പറഞ്ഞാണ്, ഒരു സദാചാര വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് നിരോധിക്കുകയാണ്. പിന്നീട് അതിനെ വേറെ രൂപത്തിലേക്ക് പിന്നെ പരിഷ്കരിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭരതനാട്യം, മോഹിനിയാട്ടം. അതിൻ്റെ പിന്നെ കോസ്റ്റ്യൂമിലുള്ള വൾഗാരിറ്റീസ് വരെ ഒരുപാട് മാറ്റം വരുത്തിയതാണ് ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു രൂപം, ഇന്ന് നമ്മൾ കാണുന്ന രൂപം, അത് നമ്മൾ സാരി എടുക്കുന്ന, നമ്മളെ സ്ത്രീകൾ സാരി എടുക്കുന്നതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സാരിക്ക് ദേവദാസി സമ്പ്രദായവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. ആ ദേവദാസി സമ്പ്രദായം അവരുടെ നൃത്തത്തിലൂടെ ഒരു കാലത്ത് പുരുഷനെ നന്നായി ആസ്വദിപ്പിച്ചിട്ടുണ്ട്. ഇന്നും സ്ത്രീകൾ ആടുന്നത് പുരുഷനെ നന്നായി ആസ്വദിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ വസ്ത്രധാരണത്തിലുള്ള പല രൂപത്തിലുള്ള അവരുടെ അംഗലാവണ്യങ്ങൾ, വസ്ത്രധാരണം നൽകുന്ന സെക്ഷുവൽ എക്സ്പോഷർ, ഇതെല്ലാം പുരുഷനെ നന്നായി ആസ്വദിപ്പിക്കുന്നുണ്ട്. അത് സാരി കൾച്ചറിൽ ഇവോൾവ് ചെയ്ത് വന്നതിലും ആ ഒരു എലമെൻ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.